ഒരേ നമ്പറിൽ സംസ്ഥാനത്ത് 2 വാഹനങ്ങൾ സർവീസ് നടത്തുന്നതോടെ വെട്ടിലായി യഥാർത്ഥ ഉടമ. ഗതാഗത നിയമലംഘനത്തിന്റെ പിഴയടക്കേണ്ട നോട്ടീസ് വീട്ടിലെത്തിയപ്പോഴാണ് യഥാർത്ഥ ഉടമ സത്യമറിയുന്നത്. പോലീസിനും ആർടിഒയ്ക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ഉടമ ജനം ടിവിയോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം പാലോട് സന്തോഷിനാണ് തന്റെ വാഹന നമ്പറിൽ പിഴ അടയ്ക്കേണ്ട നോട്ടീസ് ലഭിച്ചത്. നോട്ടീസ് ലഭിച്ചെങ്കിലും നിയമലംഘനമല്ലാത്തതിനാൽ ആദ്യം കാര്യം മനസ്സിലായിരുന്നില്ല. പാലോട് സന്തോഷിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്ന KL 05AW 3973 നമ്പറിലുള്ള ഇന്നോവ കാറിനാണ് സെപ്റ്റംബർ മാസം 22-ാം തീയതി സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്ന കാരണം കാണിച്ചുകൊണ്ട് MVD നോട്ടീസ് അയച്ചത്. എന്നാൽ അന്ന് സന്തോഷ് അത് വലിയ കാര്യമായി എടുത്തിരുന്നില്ല. ശേഷം പല സ്ഥലങ്ങളിൽ നിന്നായി പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസ് ലഭിച്ചതും കാറിന്റെ നിറത്തിലുള്ള വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് RDOയ്ക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയത്. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. പെറ്റി വരുമ്പോൾ പെറ്റിയും അടയ്ക്കും. അപ്പോൾ എത്രമാത്രമാണ് ഇങ്ങനെ വ്യാജമായി ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പേരിലുള്ള വണ്ടി വ്യാജമായിട്ട് അവർ കൊണ്ടുവന്ന് വേറെ എന്തെങ്കിലും മോഷണമോ വേറെ എന്തെങ്കിലും കള്ളക്കടത്തോ വേറെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ആരാ? ഞാനായില്ലേ? അപ്പോൾ ഇത് പരിശോധിക്കാതെ എത്രയോ വ്യാജന്മാർ ഇവിടെ ഓടുന്നുണ്ടാവും. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കുറെ കൂടി സജീവമായിട്ട് പരിശോധനയൊക്കെ സ്ട്രോങ് ആക്കുന്നെന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ സ്ട്രോങ് ആക്കിയിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വ്യാജന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ നമ്പർ പ്ലേറ്റ് കാരണം നിരവധി തവണ പിഴയടക്കേണ്ടി വരുന്ന ദുരവസ്ഥയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വാഹന ഉടമകൾ. പുതിയ ആധുനിക സോഫ്റ്റ്വെയറുകൾ നിലവിൽ കൊണ്ടുവരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നതെങ്കിലും ഇത്തരം തെറ്റ് സംഭവിക്കുകയാണ്. ഇതുപോലുള്ള നിരവധി കേസുകളാണ് സംസ്ഥാനത്തും പുറത്തുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരം പിഴ നോട്ടീസുകൾ ലഭിക്കുന്ന നിരവധി പേർ ഇനിയുമുണ്ട്. പിന്നിൽ പ്രവർത്തിക്കുന്നത് വൻകിട റാക്കറ്റുകളാണെന്ന ആരോപണവും ശക്തമാണ്. ജനം, തിരുവനന്തപുരം.